ദൈവമക്കളെ, ഇന്ന് തിരുവചനം പറയാ, തിരുവചനം കർത്താവ് പറയാ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു. അവൾക്ക് വേണ്ടി ക്രോധത്താൽ ജ്വലിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വരും. ദൈവത്തെ തള്ളി മാറ്റിയപ്പോൾ ദൈവം അല്പം മാറി നിന്നു. പക്ഷേ ഇതാ തിരുവചനം പറയുക, ഞാൻ സിയോനിലേക്ക് മടങ്ങി വരും. ജെറൂസലേമിന്റെ മധ്യേ ഞാൻ വസിക്കും. ജെറൂസലേം വിശ്വസ്ത നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിന്റെ പർവ്വതം വിശുദ്ധഗിരി എന്നും വിളിക്കപ്പെടും. ദൈവമക്കളെ, നഷ്ടപ്പെട്ടതൊക്കെ ജെറൂസലേമിന് തിരിച്ചു കൊടുക്കാൻ പോവാ. തിരുവചനം പറയുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങും. ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ സാന്നിധ്യം. എന്നിലും നിങ്ങളിലും നിറയുന്ന ദൈവം, അത് ദൈവത്തിന്റെ കാരുണ്യമാണ്. തിരുവചനം പറയുന്നു, ഞാൻ ജെറൂസലേമിന്റെ മധ്യേ വസിക്കും. ദൈവത്തിന്റെ കരുണ ഇതാ. പുറപ്പാടിന്റെ പുസ്തകം നമ്മൾ 3-ാം അധ്യായം വായിച്ചപ്പോൾ കണ്ടല്ലോ, ഞാൻ അവരുടെ മധ്യേ വരും, ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വരും. ദൈവമക്കളെ, ഈ കരുണയുടെ വർഷത്തിൽ ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം ഇതാണ്. ദൈവം എൻ്റെ ഉള്ളില്, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരുന്നു, അവിടുന്ന് എൻ്റെ മധ്യേ വസിക്കുന്നു. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, വഴി പിഴച്ച് പോയവളായിരുന്നു ജെറൂസലേം. വിളിക്കുന്നത് എങ്ങനെയാ? വിശ്വസ്ത നഗരമെന്ന്. തിന്മ ചെയ്തു പോയ ജെറൂസലേം, പാപം ചെയ്ത ജെറൂസലേം, വിജാതികളുമായി കൂട്ടുകൂടിയ ജെറൂസലേം, ഇതാ തമ്പുരാൻ കർത്താവ് വിളിക്കുന്നു വിശ്വസ്ത ജെറൂസലേം. വഴി തെറ്റിയവളെ ദൈവം വിളിക്കുന്നത് വിശ്വസ്തയെന്ന്, പാപം ചെയ്തവരെ ദൈവം വിളിക്കുന്നത് വിശുദ്ധരെന്ന്. എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ ഇടമുണ്ട് മക്കളെ. എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്ന വിശ്വസ്തനെന്ന. ദൈവം എന്നെ വീണ്ടും വീണ്ടും വിശ്വസ്തനായി കാണുക. തമ്പുരാന്റെ വചനവുമായിട്ട് കയറി വരാൻ, കർത്താവിന്റെ ബലി അർപ്പിക്കാൻ എന്നെ വിശ്വസ്തനായിട്ട് കാണുക. ഇതാ ദൈവത്തിന്റെ കരുണ. ഇന്ന് കർത്താവ് നമ്മളെ തിരിച്ചെടുക്കുക മക്കളെ. നീ ചെയ്ത പാപാവസ്ഥയിൽ നിന്ന്, നീ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ വിശ്വസ്തനാക്കുക. വിശ്വസ്തനെന്നും അടുത്ത വാക്യം എന്താണ്? വിശ്വസ്ത നഗരമെന്നും വിശുദ്ധഗിരി, വിശുദ്ധൻ. ഈ കൂടാരത്തിൽ ദൈവം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, അവിടുന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വിശുദ്ധൻ. അവിടുന്ന് എന്നെ നീതി, മിഷ്ഫാത്ത്, മറ്റൊരു വാക്യതാണ് മിഷ്ഫാത്ത്. ദൈവത്തിന്റെ നീതീകരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ശരിയും തെറ്റും നോക്കാതെ ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്ക്കുന്ന, സൂര്യൻ ഉദിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പേരാണ് മിഷ്ഫാത്ത്, ദൈവത്തിന്റെ കരുണ. ദൈവമക്കളെ, ഈ ദിവസത്തിന്റെ ഭാഗ്യമിത, എന്നെയും നിങ്ങളെയും തമ്പുരാൻ കർത്താവ് വിശുദ്ധനാക്കി മാറ്റുന്നു. അടുത്ത വാക്യം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വൃദ്ധന്മാരും വൃദ്ധകളും പ്രായാധിക്യം മൂലം കയ്യിൽ വടിയുമായി ജെറൂസലേമിന്റെ തെരുവുകളിൽ വീണ്ടും വന്നിരിക്കും. ഇന്നലകളുടെ കാഴ്ചകൾ ഇന്നും ഉണ്ടാകാൻ പോവാ. ഒരു പ്രായം കഴിഞ്ഞ 50-ഓ 60-ഓ കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിനകത്ത്, അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ മുകളിൽ ഒക്കെ കിടക്കേണ്ടവര് ഇതാ തമ്പുരാൻ കർത്താവ് പറയാൻ പോവാ, ഇനി നിങ്ങൾ ഇറങ്ങി നടക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ ജീവിത രീതി, അത് ദൈവത്തിന്റെ കരുണയാ മക്കളെ. ഇനി നിങ്ങൾ ഭയപ്പെട്ടിരിക്കാനുള്ളവരല്ല, ദുഃഖിച്ചിരിക്കാനുള്ളവരല്ല, രോഗികളായിട്ടിരിക്കാനുള്ളവരല്ല, ദൈവത്തിന്റെ ജീവനിലേക്ക് വരാനുള്ളവർ. തിരുവചനം തുടരുന്നു, കളിച്ചുല്ലസിക്കുന്ന ബാലന്മാരെ കൊണ്ട് നഗരവീഥികൾ നിറയും. ഇതാ കളിച്ചുല്ലസിക്കുന്ന ബാലിക. ഇന്നില്ല കളിക്കുന്ന കുഞ്ഞുങ്ങള്, ഇന്ന് ടിവിയുടെ മുമ്പിൽ, ഫേസ്ബുക്കിന്റെ മുമ്പിൽ. ഇതാ കർത്താവ് അരുളി ചെയ്യുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർ ഒരു അത്ഭുതമായി മാറും. തിരുവചനം തുടരുന്നു, ഞാൻ എൻ്റെ ജനത്തെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വീണ്ടും രക്ഷിച്ച് കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ കരുണയിത. ദൈവം നമ്മൾ തിരിച്ച് നഷ്ടപ്പെട്ടതൊക്കെ, ഒരു പുരോഹിതനായി എന്നെ അഭിവിന്റെ പിതാവ് ഉയർത്തിയപ്പോൾ എന്നിൽ എന്തൊക്കെ അഭിഷേകം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിച്ചുവോ, ആ അഭിഷേകങ്ങളൊക്കെ എനിക്ക് തിരിച്ചു തരുന്നത് ദൈവത്തിന്റെ കരുണ. ഈ കരുണയുടെ വർഷം പറയുന്ന ഇതാ. ഞാൻ എൻ്റെ കാര്യം പറയണല്ലോ, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞത്. വിവാഹ ജീവിതം ആരംഭിച്ച, വിവാഹ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലേ? സുഖമായാലും ദുഃഖമായാലും ആരോഗ്യമായിരുന്നാലും അനാരോഗ്യമായിരുന്നാലും എന്തായിരുന്നാലും ശരി, മരണം വരെ ഒന്നിച്ച് ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിത പങ്കാളിയുടെ കയ്യിൽ പിടിച്ച് നീ ചെയ്ത പ്രതിജ്ഞ,
നീ ചെയ്ത പ്രതിജ്ഞ അത് ജീവിക്കാൻ ദൈവം വരം തരുമെന്ന്. ദൈവമക്കളെ, അടുത്ത നാളുകളിൽ കുറച്ച് ആശുപത്രിയിലൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കാനായിട്ട് എനിക്കിട വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള കുറച്ചധികം കാഴ്ചകൾ, മറന്നു പോകാത്ത കാഴ്ചകൾ, കുടുംബജീവിതത്തെ ഞാൻ ഒരുപാട് ആദരിക്കുന്ന ചില കാഴ്ചകൾ. ഒരു കൊച്ചു സംഭവം പറയാം. ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു മകള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാ ജീവിത പങ്കാളിയുടെ കാര്യം വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോവുക, ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? വെന്റിലേറ്ററിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഞാൻ പറഞ്ഞു, മോളെ ഒപ്പിട്ട് കൊടുക്ക, ഒപ്പിട്ട് കൊടുക്ക. അവൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് കൊണ്ട് ഒപ്പിട്ട് കൊടുക്കാം. എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ദൈവം കരുണ കാണിക്കാതിരിക്കുമോ? എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവമക്കളെ, നിങ്ങൾക്കറിയാം, ഞാനൊരു അച്ഛനായതുകൊണ്ട് ഞാൻ അത്ഭുത കാഴ്ച നിങ്ങൾ എന്നും ജീവിക്കുന്നതാ. ജീവിത പങ്കാളിയുടെ വിരൽ തുമ്പിൽ പിടിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഉറങ്ങാതിരിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭർത്താവിൻ്റെ കൈയുടെ ചൂട് പോകുന്നുണ്ടോ, അവന്റെ മിടിപ്പ് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഭർത്താവിന്റെ ജീവനിലേക്ക് കൊണ്ടുപോകാൻ, ഭർത്താവിന്റെ ജീവൻ വിട്ടുകൊടുക്കാതെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ കഥയാ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 അല്ല 2 അല്ല 3 അല്ല, ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു മക്കളെ. അവളൊന്നുറങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ എല്ലാം ഇപ്പോൾ നോർമലായിരിക്കുക, ഒരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പം വരാൻ പാടില്ല. കാരണം ദൈവം കരുണയാ. അവൻ എന്നോട് കരുണ കാണിക്കാതിരിക്കുമോ? ചങ്ക് പൊട്ടിയ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ദൈവം കേട്ടിരിക്കും. എന്റെ ദൈവം എന്നോട് കരുണ കാണിക്കാതിരിക്കുമോ? ദൈവമക്കളെ, ഇതുപോലുള്ള ഒരുപാട് ജീവിതങ്ങൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഇതുപോലെ ഒരുപാട് വിശുദ്ധര്. കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീ അമ്മമാരോട് ഞാൻ സംസാരിച്ചു, ക്ഷമിക്കണം പറയുന്നത് തെറ്റാണെങ്കിൽ. കന്യാസ്ത്രീ അമ്മമാരോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാ, അമ്മ ഒരു രാത്രിയിലെങ്കിലും മണവാളന്റെ കൈ പിടിച്ചിരുന്നിട്ടുണ്ടോ? ഒരു രാത്രിയെങ്കിലും മണവാളന്റെ കൈ പിടിച്ചിരുന്നിട്ടുണ്ടോ? എന്തിനാ പാവം കന്യാസ്ത്രീകളോട് ചോദിക്കുന്നത്? ഞാൻ എന്നോട് ചോദിച്ചു. നിന്റെ നാഥന് വേണ്ടി, നിന്റെ കർത്താവിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം ഉറങ്ങാതിരിക്കാൻ നിനക്ക് പറ്റുമോ? ഒരു ദൈവശാസ്ത്രം അറിയത്തില്ല, ഒരു പ്രത്യേക പരിശീലനമില്ലാത്ത ഈ പെങ്കൊച്ചിന് ഭർത്താവിനെ ജീവിപ്പിക്കണമെങ്കിൽ, ഉണർന്നിരിക്കണമെന്ന് അറിയാമെങ്കിൽ അതിന്റെ 1000-1 ഞാൻ ഗ്രഹിക്കണ്ടേ? അവള് നോയിമ്പില്ല, അവള് നോയമ്പെടുത്തിരിക്കുക. അവൾക്ക് ഇറച്ചി വേണ്ട, അവൾക്ക് മീൻ വേണ്ട, അവൾക്ക് മുട്ട വേണ്ട, അവൾക്ക് പാല് വേണ്ട, അവള് നോയമ്പില്ല. ദൈവമക്കളെ, ജീവനെ പറ്റിയുള്ള വിഷയമാണ് കരുണ, ജീവിതത്തെ പറ്റിയുള്ള വിഷയമാണ് കരുണ. ഇതാ തമ്പുരാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു അനുഭവം. സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് കർത്താവ് അരുളി ചെയ്യാൻ നമുക്ക് കിട്ടുന്ന പ്രത്യേക അഭിഷേകത്തെ പറ്റി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നിനക്ക് എതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിനക്ക് എതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിനക്കെതിരെയുള്ള വിധി ഞാൻ പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഏതാ ശത്രു? പിശാചിന്റെ പ്രലോഭനങ്ങള്. എൻ്റെ ദൈവത്തിന്റെ കരുണയാ മക്കളെ ഇത്. ഞാൻ ഇന്ന് വരെ ചെയ്തു കൂട്ടിയ തെറ്റുകളും പാപങ്ങളും കണ്ടിട്ട് തമ്പുരാൻ കർത്താവ് പറയാ, എൻ്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല, എൻ്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല, എൻ്റെ കുഞ്ഞിനൊരു തെറ്റ് വരില്ല, അവൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ദൈവമക്കളെ, തമ്പുരാന്റെ കാരുണ്യവാ. ബിലീവ് ഇൻ ദ mercy of God.
പ്രധാനപ്പെട്ട കാര്യമാണ്. കുറ്റബോധം കൊണ്ട് നടക്കുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നറിയാമോ? കുമ്പസാരക്കൂട്ടിൽ ക്ഷമിച്ചു കിട്ടിയ പാപം, രാവിലെ നമ്മൾ കൂദാശകളെ പറ്റി കേട്ട് കാണുമല്ലോ. കുമ്പസാരക്കൂട്ടിൽ ക്ഷമിച്ചു കിട്ടിയ പാപത്തെ പറ്റി, തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ പാപത്തെ പറ്റി ഇനിയും അവിടുന്ന് ക്ഷമിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് നടക്കുന്നവര്, തമ്പുരാൻ കർത്താവ് പറയാ, നീ പറയാത്ത പാപങ്ങൾ പോലും നിനക്കെതിരെയുള്ള വിധി ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ വേദനകളിൽ തീ പിടിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഭരണങ്ങാനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന ഒരു അനുഭവം എനിക്കത്. ഭരണങ്ങാനം ധ്യാന കേന്ദ്രത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്ത് ജൂബിലിയുടെ ഉദ്ഘാടനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നതാ. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ സഹോദരനെ കാണാൻ പോയതാ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സഹോദരൻ്റെ കിടക്കയിൽ തീ പിടിക്കുന്നത് ഞാൻ കാണുക. പരിശുദ്ധാത്മാവിൻ്റെ തീയ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവരാ പാട്ട് പാടിയത്, ഞാൻ പറഞ്ഞിട്ട് പാടിയ പാട്ടൊന്നുമല്ല. നിന്റെ ജീവിതത്തിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന് തീ പിടിച്ച നീ പ്രകാശിച്ചു കൊണ്ടിരിക്കും. രോഗമായിരുന്നാലും കടക്കണിയായിരുന്നാലും ദുഃഖമായിരുന്നാലും ദുരിതമായിരുന്നാലും നിന്നിൽ ദൈവം പ്രകാശിച്ചു കൊണ്ടിരിക്കും. നിന്നിൽ ദൈവം പ്രകാശിക്കണം. ഇത് ദൈവം കൊളുത്തി വെച്ചിരിക്കുന്ന വിളക്കായത്. ദൈവത്തിന്റെ കരുണയുടെ വിളക്കാണിത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ കർത്താവ് അരുളി ചെയ്യുന്നു, ഇനിമേൽ നീ അനർത്ഥം ഭയപ്പെടേണ്ട. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നീ കൈ ഉയർത്തി പിടിക്കണം. കൈ ഉയർത്തി തന്നെ നീ പ്രാർത്ഥി. നിന്റെ കൈയുടെ ബലം പോകരുത്, നിന്റെ കൈയുടെ ബലം പോകരുത്. അസിസി പുണ്യാളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ലിയോ പറയുക, ഈ ഫ്രാൻസിസ് അവൻ സ്വർഗത്തെ തൂങ്ങിക്കിടക്കുക. അവൻ കൈപൊക്കി പിടിച്ച് ഫ്രാൻസിസ് സ്വർഗത്തിലേക്ക് എത്തി, മേഘങ്ങൾക്കപ്പുറത്ത് കൈയെത്തി നിൽക്കുക. ലിയോ നോക്കുമ്പോൾ ഇതാ ഫ്രാൻസിസ് സ്വർഗത്തിൽ തൂങ്ങിക്കിടക്കുന്നു. ഹല്ലേലൂയാ. ദൈവമക്കളെ, കരുണ സ്വർഗത്തിലായിരിക്കുന്നത്. സ്വർഗത്തിലെത്തുന്ന കൈക്ക് കരുണ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയാ. സ്വർഗത്തിൽ തൂങ്ങിക്കിടക്കണം മക്കളെ. കൈ വേദനിക്കുന്നെങ്കിൽ 2 കമ്പ് കെട്ടി വെക്കണം. കൈ തളരുമ്പോ 2 കമ്പ് കെട്ടി, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരെങ്കിലും? കൈക്ക് നല്ല വേദന വരുമ്പോൾ കമ്പെടുത്തിട്ട് കയ്യെ കെട്ടിട്ട് പൊക്കി വെക്കണം. വെല്ലുവിളിച്ച് പറയുക, സ്വർഗം തുറക്കുന്നൊരു അഭിഷേകം ഉണ്ടാകും. സ്വർഗം തുറക്കുന്നൊരു അഭിഷേകം ഉണ്ടാകും. സ്വർഗത്തിൽ നിന്ന് കൃപ വീഴും. ദൈവമക്കളെ, തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. കർത്താവ് അരുളി ചെയ്യുകയാണ്, ഇതാ നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. ഇതാ തിരുവചനം പറഞ്ഞു തന്നില്ലേ, കർത്താവ് അരുളി ചെയ്യുക, ഇതാ നിന്റെ ദൈവമായ കർത്താവ്. അവന്റെ പ്രത്യേകത വിജയം നൽകുന്ന കർത്താവ്. മൂന്നാമതായിട്ട് പറയുന്നു, ഇതാ യോദ്ധാവായ കർത്താവ്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് നമ്മുടെ മധ്യേയുണ്ട്. നിന്റെ ദൈവമായ കർത്താവ്, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായിട്ട് ആഹ്ലാദിക്കുന്നു. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ ദൈവമക്കളെ, തമ്പുരാന്റെ കാരുണ്യമായത്. തമ്പുരാൻ കരുണയിൽ നമ്മളെ പുനഃപ്രതിഷ്ഠിക്കാൻ പോവുക. തിരുവചനത്തിലേക്ക് നമ്മൾ വീണ്ടും സുവിശേഷങ്ങളിൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഏറ്റവും പഴയ സുവിശേഷം, ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ ഈ ദൈവത്തിന്റെ കരുണ ഒഴുകുക. നമ്മളിപ്പോൾ വായിച്ചു കേട്ടതുപോലെ ദൈവം നമ്മളെ പുനഃപ്രതിഷ്ഠിക്കുന്ന അനുഭവം. 1-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ ഇതാ കർത്താവ് സൗഖ്യവുമായിട്ട് കടന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 40-ാം വാക്യം ബൈബിൾ പണ്ഡിതൻ പറയുന്നു, പുതിയ നിയമത്തിലെ കരുണ എന്ന വാക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഈ തിരുവചന ഭാഗത്താണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യം മുതൽ കുഷ്ഠരോഗിയുടെ അടുക്കൽ എത്തുക. അവൻ മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. തമ്പുരാന്റെ കരുണ, തമ്പുരാന്റെ സ്പർശനമാ മക്കളെ. തമ്പുരാന്റെ കരുണ, തമ്പുരാന്റെ സ്പർശനമാ. നമ്മളെയൊക്കെ പൂർണ്ണരാക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു കുറവുള്ളവരായിട്ട് ജീവിക്കാനല്ല, നമ്മുടെ കുറവുകളെ മാറ്റിത്തരാനായിട്ട് തമ്പുരാൻ കർത്താവ് ആഗ്രഹിക്കുക. ലൂക്കാസ് വിശേഷത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വചനഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. 15-ാം അധ്യായം
15-ാം അധ്യായത്തെ കരുണയുടെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത്. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 സംഭവങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് കരുണയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. 1, കാണാതായ ആടിൻ്റെ ഉപമ. 2, കാണാതായ നാണയത്തിൻ്റെ ഉപമ. 3, ധൂർത്തപുത്രൻ്റെ ഉപമ. POC ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ്സ് ആണ്. ഞാൻ ഏതാനും വാക്യങ്ങൾ മാത്രമേ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. 1, കാണാതായ ആടിൻ്റെ ഉപമ. 99 ആടുകൾ, 100 ആടുണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു, 99 ഉപേക്ഷിക്കുക. ചില ബൈബിൾ പണ്ഡിതന്മാർ ഇതിന് മറ്റൊരു ടൈറ്റിൽ കൊടുക്കുന്നു, ഇടയൻ്റെ ഭോഷത്വം. ആരെങ്കിലും ചെയ്യുവോ? 99 ഈ കടുവായുടെയും ചെന്നായുടെയും മുമ്പിലിട്ട് കൊടുത്തിട്ട് നഷ്ടപ്പെട്ട 1 പിന്നാലെ പോകുന്ന മറ്റേതെങ്കിലും ഇടയൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ഇതാ ഇടയൻ്റെ ഭോഷത്വം. ദൈവമക്കളെ, ഇതിനകത്ത് ഞാൻ മുഴുവൻ വ്യാഖ്യാനിക്കുന്നില്ല. നമുക്കറിയാം അവിടെ ഉണ്ടായ സന്തോഷത്തെ പറ്റി. ആട് കരുതിക്കൂട്ടിപ്പോയതാ. ആട് പച്ചപ്പ് തേടിപ്പോയതാ. ആട് കരുതിക്കൂട്ടിപ്പോയതാ. ആടിന് സ്വയം ചലനമുണ്ടായിരുന്നു. ആട് തന്നെ തൻ്റെ വഴി തേടിയതാ. ദൈവമക്കളെ, ഒരു പക്ഷേ ഇതുപോലത്തെ അവസ്ഥകളിൽ നമ്മുടെ വഴികളിലൂടെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം. പുരോഹിതനായ ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഞാൻ നഷ്ടപ്പെട്ട ആടായിത്തീരുക. വിശ്വസ്തതയുടെയും വിശുദ്ധിയുടെയും കുടുംബ ജീവിതം നയിക്കേണ്ട ഒരു കുടുംബനാഥൻ, ഒരു കുടുംബനാഥ പച്ചപ്പ് തേടി തെക്കോട്ടും വടക്കോട്ടും പോകുമ്പോൾ നീ നഷ്ടപ്പെട്ട ആടായിത്തീരുക. ഒരു 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 യുവാവായ നീ, ഒരു യുവതിയായ നീ കർത്താവിൻ്റെ നീർച്ചാലിൽ നിന്ന് അകന്നു പോകുമ്പോൾ നീ ഒരു നഷ്ടപ്പെട്ട ആടായിത്തീരുക. ഞാൻ പറഞ്ഞ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഒരു പുരോഹിതൻ അൾത്താരയിൽ നിന്ന് അകലുന്നതാണ് നഷ്ടപ്പെട്ട ആടാകുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ഒരു കുടുംബ ബന്ധത്തിന്റെ വിശുദ്ധിയുടെ അനുഭവത്തെ പറ്റി കർത്താവ് പറയുക. ആ അവസ്ഥയിൽ തകർന്നു പോകുന്ന നിന്റെ പേരാണ് നഷ്ടപ്പെട്ട കുഞ്ഞാട്. അതിലെയും ഇതിലെയും ഒക്കെ നടന്നു, പഠിക്കാൻ വേണ്ടി വിട്ടു, അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് വിട്ടു, ഒരു ദിവസം വഴിവിട്ട് പോകുന്ന യുവാവേ, യുവതി, നിന്റെ പേരാണ് നഷ്ടപ്പെട്ടാട്. ഇന്ന് തിരുവചനം, ഗുഡ് ന്യൂസ് ഇതാണ്, ദൈവ പൈതലെ, നിന്റെ പുറകെ ദൈവം വന്നിരിക്കും. നിന്റെ പിറകെ അവൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരും. ഒഴുകുന്ന രക്തവുമായി മുൾമുടിയുമായി നിന്റെ പിന്നാലെ നിന്റെ ദൈവം ഒരു കുരിശിന്റെ യാത്ര ചെയ്യുമെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് തിരുവചനം പറയുകയാണ്, ഇതാ സ്വർഗത്തിൽ ആ ഒരു വ്യക്തിയെ പറ്റി കൂടുതൽ സന്തോഷം. രണ്ടാമത്തത് കാണാതായ നാണയത്തിന്റെ ഉപമ. വിഡ്ഢിയായ സ്ത്രീയുടെ ഉപമ എന്ന്, അല്ലെ സ്ത്രീയുടെ വിഡ്ഢിത്തത്തിൻ്റെ ഉപമയെന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ ഇതിന് ഹെഡിങ് കൊടുക്കുക. സത്യമല്ലേ? ഒരെണ്ണം നഷ്ടപ്പെട്ടു, തേടിപ്പിടിച്ചിട്ട് 4-5 ചിലവാക്കി വിരുന്ന് കൊടുക്കുന്ന സ്ത്രീ, അവൾ വിഡ്ഢിയല്ലേ? ദൈവം ഈ വിഡ്ഢിയാ. ദൈവം ഈ വിഡ്ഢിയാ മക്കളെ. ഈ സ്ത്രീയെക്കാളും വിഡ്ഢിയാണ് ദൈവം. ഏതറ്റം വരെ എത്ര നഷ്ടപ്പെടുത്തിയും ഈ ദൈവം പുറകെ പൊക്കൊണ്ടിരിക്കുക. നോക്ക്, നാണയത്തിന് പ്രത്യേകത എന്താ? അവന് സെൻസേഷൻ പോലും ഈ ആടിന് തോന്നി ഇടയന്റെ സന്നിധി എന്ന് പറയുന്നത്. ഈ നാണയത്തിന് ഒരിക്കലും തോന്നില്ല ഞാൻ നഷ്ടപ്പെട്ടെന്ന്. അത് കട്ടിലിനടിയിൽ വീണ അവിടെ കിടക്കും, മേശക്കടിയിലാണ് അവിടെ കിടക്കും, അത് അടുക്കളയിലാണ് അവിടെ കിടക്കും. ദുരന്തമായത്, മനുഷ്യ ജീവിതത്തിന്റെ ഒരു ദുരന്തം. എന്തെന്നറിയാമോ? നഷ്ടപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. കരുണ ആവശ്യമുണ്ടായിട്ടും കരുണ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിവില്ലാത്തൊരനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മൂന്നാമത്തത് ധൂർത്തപുത്രന്റെ ഉപമയാണ്. ഞാൻ മുഴുവൻ വ്യാഖ്യാനിക്കുന്നില്ല, ഏതാനും വാക്യങ്ങൾ മാത്രം വ്യാഖ്യാനിച്ചു തരാം. ഇതാ, ഇവൻ പിതാവിൽ നിന്ന് ഓഹരി വാങ്ങിക്കുകയാണ്. ദൈവമക്കളെ, ഗ്രീക്ക് ഭാഷയിൽ ഇതിന്റെ വാക്ക് ബീങ്, ജീവൻ എന്നൊരു വാക്കാണ്. പിതാവിന്റെ ജീവൻ പറിച്ചുകൊണ്ടുള്ള പോക്ക്. പിതാവിന്റെ ജീവൻ പറിച്ചുകൊണ്ടാണ് ഇവൻ പോയത്. ദൈവമക്കളെ നോക്കിക്കേ, ഇവൻ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക്, ദൈവത്തിൽ നകലുമ്പോൾ വല്ലാത്ത ദൂരങ്ങളിലേക്ക് പോവുക. വീണ്ടും പറയുന്നു, ഇവൻ ചെല്ലുന്ന ദേശം തകരും.
തകർച്ചയുടെ മനുഷ്യൻ ചെല്ലുന്ന ഇടങ്ങൾ തകർന്നിരിക്കും. യോന ഒളിച്ചു പോകുമ്പോ ഇതാ കടലില് കാറ്റും കോളും ഉണ്ടാവുക. ദൈവമക്കളെ, ഇതിനെപ്പറ്റി ബോധ്യം വേണം. ഞാനൊരു വിശുദ്ധനാവുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതെന്റെ ആവശ്യം കൂടിയാണ്. ഒരു വൈദികൻ വിശുദ്ധനാവുക എന്നുള്ളത് ഒരു ദേശത്തിന്റെ ആവശ്യമാണ്. അവൻ വിശുദ്ധനായാൽ മാത്രമേ ആ ദേശം വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഒരു കുടുംബനാഥ, നീ വിശുദ്ധനാവണം. നീ ഒരു വിശുദ്ധനാവണം. നീ വിശുദ്ധനായാൽ നിന്റെ കുടുംബം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുക. അമ്മ വിശുദ്ധയാവണം. It is not an option, it is an obligation. It is not an option, it is an obligation. വേണമെങ്കിൽ വിശുദ്ധിയായാൽ പോരാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും വിശുദ്ധരാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, തമ്പുരാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഈ ഒരു അഭിഷേകത്തിലേക്ക്. നോക്കിയേ, ഇവൻ ചെന്നടം ദുരന്തത്തിലായി. അവസാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവന് ബോധം വരികയാണ്. നോക്കിക്കേ മക്കളെ, വചനം സൂക്ഷിച്ച് വായിച്ചാൽ അവസാന ഭാഗത്തേക്ക് പോവുക. വചനം ഒന്ന് സൂക്ഷിച്ച് വായിച്ചാൽ ഇവൻ ഇറങ്ങിയ അന്ന് മുതൽ ഇവനെ നോക്കിയിരിക്കുന്ന ഒരു പിതാവുണ്ട്. ഇവൻ ഇറങ്ങിപ്പോയ വീട് വിട്ട് ഇറങ്ങിയ അന്ന് മുതൽ ഇവനെ പറ്റി ചിന്തിക്കുന്ന ഒരു പിതാവുണ്ട്. ഇവൻ മറന്നു അപ്പനെ, ഇവൻ മറന്നു അപ്പന്റെ വീടിനെ, ഇവൻ മറന്നു അവന്റെ സഹോദരനെ, ഇവൻ മറന്നു അവന്റെ ദേശത്തെ. പക്ഷേ ആ വീട്ടിൽ, ആ ദേശത്ത് അവന്റെ പിതാവിന് അവനെ മറക്കാൻ പറ്റിയില്ല. അയാളുടെ ഊണിലും ഉറക്കത്തിലുമെല്ലാം ഈ മനുഷ്യൻ ഓർത്തുകൊണ്ടിരുന്നു. ഈ മകന്റെ അവസ്ഥകളെ പറ്റി അപ്പൻ അറിയാമായിരുന്നു. അപ്പൻ നോക്കിയിരുന്നു. ദൈവമക്കളെ, ഗുഡ് ന്യൂസ് ഇതാണ്. പിതാവ് എന്നെ നോക്കിയിരിക്കുക. കരുണയുള്ള പിതാവ് എന്നെ നോക്കിയിരിക്കുക. ഞാൻ തിരിച്ചു വരാൻ വേണ്ടി എൻ്റെ ദൈവം നോക്കിയിരിക്കുക. മാതാപിതാക്കന്മാരെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി നോക്കിയിരുന്നാൽ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നോക്കിയിരുന്നാൽ ആ മകൻ തിരിച്ചെത്തും, ആ മകൾ തിരിച്ചെത്തും. ഇത് ഞാനും നിങ്ങൾ ചെയ്യുന്നതല്ല ദൈവം നോക്കുന്നത്. ഞാനും നിങ്ങളും എന്താണ്, ഞാനും നിങ്ങളും ആരാണ്, ഇതാണ് തമ്പുരാൻ കർത്താവ് നോക്കുന്നത്. തമ്പുരാന്റെ അടുപ്പം ഞാനും നിങ്ങളും ദൈവ മക്കളാണ്. പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനാകുവാൻ. പിതാവിന്റെ മുഖം, പിതാവിന്റെ കാഴ്ച, പിതാവിന്റെ സ്വരം ഒക്കെ നമ്മൾ ചേരണം. പിതാവിനെ ചാരിയിരിക്കണം മക്കളെ. കരുണ വിട്ടുപോയ തിരിച്ചറിയണം നമ്മൾ. കരുണ വിട്ടുപോയ പിതാവിനെ ചാരിയിരിക്കണം, പിതാവിനെ മുട്ടിയിരിക്കണം, പിതാവിന്റെ മടിയിലിരിക്കണം. തമ്പുരാന്റെ കരുണ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ഒന്ന് ചേർന്നിരുന്ന് നോക്കണം. വല്ലാത്ത ദുഃഖം വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് കന്യാസങ്ങൾ ഇച്ചിരി എളുപ്പമാണ്. ഓടിപ്പോയിരിക്കാം. നിങ്ങൾക്ക് വിരിക്കാമല്ലോ വീട്ടിലെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ, നിങ്ങൾക്ക് വിരിക്കാമല്ലോ ഒരു കുരിശ് രൂപത്തിന്റെ മുമ്പിൽ. കുരിശ് രൂപത്തെ ഒന്ന് കയ്യിലൊന്ന് മുറുക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിരിക്കാമല്ലോ. ദൈവമക്കളെ, ദൈവത്തിന്റെ കരുണ ഒഴുകും. നിന്റെ കണ്ണീരടങ്ങുന്നത് നീ തിരിച്ചറിയും. നിന്റെ മനസ്സിന്റെ വിഷമം മാറുന്നത് നീ തിരിച്ചറിയും. ഈ കുരിശിനെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ആ കുരിശിൽ നിന്ന് കരുണ ഒഴുകും മക്കളെ. ദൈവത്തിന്റെ കരുണ, അളവുകളില്ലാത്ത കരുണ, അതനുഭവിക്കാൻ വേണ്ടിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തില് മലയിലിരുന്ന് കർത്താവ് പഠിപ്പിച്ചു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ കിട്ടും. മത്തായി സുവിശേഷത്തില് ആവർത്തിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല, കരുണയാണ്. മത്തായി 9:13 മത്തായി സുവിശേഷം 12:7 ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മദർ തെരേസയെ വിശുദ്ധിയാക്കി മാറ്റുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കരുണയുടെ മാലാഖിയെ ദൈവം തമ്പുരാൻ പ്രതിഷ്ഠിച്ചു തരിക. ദൈവമക്കളെ, വഴിയിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വ്യക്തിയോടല്ല നീ കാണിക്കേണ്ട കരുണ. കാരുണ്യ പ്രവൃത്തികളെ പറ്റി പറയുന്നു മത്തായി സുവിശേഷം 25-ാം അധ്യായത്തില്. മത്തായി സുവിശേഷത്തിന്റെ 25-ാം അധ്യായത്തില് സ്വർഗത്തിൽ പോകാനുള്ള ചോദ്യപേപ്പർ തമ്പുരാൻ കർത്താവ് വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. നമുക്ക് മുൻകൂട്ടി ചോദ്യം തരിക. 25-ാം അധ്യായം. അവിടുന്ന് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ല. ദൈവമക്കളെ,
കോട്ടയം സബ് ജയിലിലേക്ക് പോകാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വല്യപ്പൻ്റെ അടുക്കലേക്ക് പോകാൻ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നിന്നെ ഒട്ടും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ദൂരെ ആയിരിക്കുന്ന നിന്റെ അമ്മയുടെ അടുക്കിലേക്കൊന്ന് പോകാൻ. നിന്നെ വെറുക്കുന്ന നിന്റെ സഹോദരന്റെ അടുക്കിലേക്ക് പോകാൻ. ദൈവമക്കളെ, തമ്പുരാൻ കർത്താവ് ഇന്ന് നമ്മളെ വിളിക്കുക. നിന്റെ അമ്മയ്ക്ക് വിശക്കുന്നു, നിന്റെ അപ്പന് വിശക്കുന്നു. പ്രായമായ ആ അപ്പനിന്ന് വിശന്നുകൊണ്ടിരിക്കുക. ഭക്ഷണമുണ്ട്, സ്നേഹത്തിന് നീ ഒന്ന് വന്നിരുന്നെങ്കിൽ, നീ ഒന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ. ദൈവമക്കളെ, എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരാവുക. ദൈവപ്രവർത്തികൾ ചെയ്യാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അച്ഛന്മാരുടെയോ സിസ്റ്റേഴ്സിൻ്റെയോ ശുശ്രൂഷകരുടെയോ അല്ല, എല്ലാവരും. ഇന്നു മുതൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവപ്രവർത്തികളാവണം. കരുണയുടെ പ്രവർത്തികൾ. ദൈവത്തിന്റെ കരുണ നിന്റെ കണ്ണിൽ നോക്കിയാൽ ദൈവത്തിന്റെ മുഖം കാണണം. നീ അടുത്ത് വന്നാൽ ദൈവം അടുത്ത് വന്നതുപോലെ തോന്നണം. നിന്റെ സംസാരം ദൈവം സംസാരിക്കുന്നത് പോലെ തോന്നണം. ഹല്ലേലൂയ.